ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂൺ 15 മിഥുന രവി സംക്രമമാണ്. അതായത് സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2025 ജൂൺ 15 രാവിലെ 6:44 മിഥുന രവി സംക്രമം. അതായത് സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. മിഥുനം രാശിയുടെ രാശ്യാധിപനായിട്ടുള്ള ബുധൻ മിഥുനൻ രാശിയിൽ ജൂൺ 22 വരെ സ്ഥിതിയുണ്ട്. മിഥുനം രാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതായത് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു, വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആത്മകാരകനായിട്ടുള്ള സൂര്യൻ, ഈ 3 ഗ്രഹങ്ങളും മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ജൂലൈ 15 വരെ ആ സൂര്യൻ മിഥുന രാശിയിലുണ്ടാകും. മിഥുനമാസം എന്ന് പറയുമ്പം തന്നെ ഉത്തരായന കാലത്തിൻ്റെ അവസാന മാസമാണ്. സൂര്യൻ മിഥുനൻ രാശി എന്ന് പറയുന്നത് വായു തത്വരാശിയാണ്. സൂര്യൻ വായു തത്വരാശിയിലേക്ക്, സൂര്യൻ അഗ്നി കാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രഹം വായു തത്വരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിതൃകാരകനാണ്, ആത്മകാരകനാണ്. ഉയർന്ന അധികാരം, പദവി, സർക്കാർ സംബന്ധമായിട്ടുള്ള ബന്ധം, അതുപോലെ തൊഴിൽ, അതുപോലെ ന്യായസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ന്യായബോധം, സദാചാരം, അതുപോലെ തന്നെ സദാചാര നിരത, വൈദ്യസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇവയുടെയൊക്കെ കാരകത്വം സൂര്യന് ഉണ്ട്. അപ്പോൾ ആ സൂര്യനാണ് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നത്. അത് മംഗളകരമാണ്. അപ്പോൾ എങ്ങനെ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള രാശി മാറ്റം സ്വാധീനം ഉണ്ടാക്കും നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം, മിഥുന രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 5-ാം ഭാവാധിപനാണ്. ഒരു ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ്. ആ സൂര്യൻ ജൂൺ 15 രാവിലെ ഈ കൂറുകാരുടെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 3-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവിടെയുണ്ട്. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ആ 3-ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 3-ലൊക്കെ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ധൈര്യം, വീര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ മനസ്സൊക്കെ വളരെ റിസോഴ്സ്ഫുള്ളായിരിക്കും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. പൊതുവെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകും. ബുധനും ആ 3-ാം ഭാവരാശിയിൽ നിൽക്കുകയാണ്. അതുപോലെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആ 3-ല് വരുന്നത്. അത് ആ 3-ാം ഭാവം എന്ന് പറയുന്നത് 5-ാം ഭാവത്തിൻ്റെ 11-ാം ഭാവമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പ്രഭാഷകർ, പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുന്നവർ, മീഡിയ പ്രവർത്തകർ, അതുപോലെ സർക്കാർ സർവീസിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവർ, സർക്കാരിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സർക്കാരിലൊക്കെ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഊഹക്കച്ചവടക്കാർ, അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഉന്നത പഠനമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ പ്രത്യേകിച്ച് ആ 3-ലെ സൂര്യൻ്റെ സ്ഥിതിയും, 3-ലെ ബുധൻ്റെ സ്ഥിതി, 3-ലെ ഗുരുവിൻ്റെ സ്ഥിതി, ഈ 3 ഗ്രഹങ്ങളും ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് രവിയും ഗുരുവും ബുധനും ഒക്കെ ആ 3-ൽ സ്ഥിതി ചെയ്യുന്നത് നേട്ടങ്ങളുണ്ടാക്കും.
വിദ്യാർത്ഥികൾക്ക് ബുധനും സൂര്യനുമായിട്ടുള്ള ആ ബന്ധം 3-ൽ വരുന്നത് വളരെ അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. കൂടുതൽ അറിവൊക്കെ ആർജിക്കുന്നതിനും പഠന മികവ് ഒക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ അത് വഴിതെളിക്കും. ബിസിനസ്സുകാർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. മാത്രമല്ല ഈ ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അവർക്കതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ വേണ്ടി വരും. അപ്പോൾ പൊതുവെ ഈ 6-ാം ഭാവത്തിൻ്റെ 10-ലാണ് ആ സൂര്യനും ബുധനും ഒക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മമണ്ഡലമൊക്കെ പൊതുവെ ശക്തമാകും. എങ്കിലും തൊഴിലിടത്ത് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ സഹോദരങ്ങൾ തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കണം. 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 11-ലായതുകൊണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങൾക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ശോഭിക്കും. രവിയും ബുധനും ഗുരുവും ഒക്കെ തന്നെ ആ ഭാഗ്യ രാശിയിൽ 9-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുകയാണ്. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 9-ൽ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ വിദേശയാത്രകൾക്ക് അനുകൂല സമയമായിരിക്കും. ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമായിരിക്കും. ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും. പൊതുവെ വർക്കിലൊക്കെ വൈദഗ്ധ്യമൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ഭാഗ്യനേട്ടങ്ങളുടെ ഒരു സമയം എന്നും കൂടെ പറയാം. ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും 4-ാം ഭാവാധിപനാണ്. കേന്ദ്രഭാവരാശിയുടെ അധിപനാണ് സൂര്യൻ. ആ സൂര്യൻ 2-ൽ നിൽക്കുക. 2-ലേക്കാണ് ജൂൺ 15 രാവിലെ രാശി മാറുന്നത്. 2-ൽ 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സ്ഥിതിയുണ്ട് ജൂൺ 22 വരെ. അതുപോലെ ഗുരു 2-ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ രവി, ബുധൻ, ഗുരു ഒക്കെ തന്നെ 2-ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ രവി, ബുധൻ, ഗുരു ഒക്കെ 2-ൽ നിൽക്കുക എന്ന് പറയുന്നത് ധനപരമായിട്ട് സുഖാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല സുഖാനുഭവം ഉണ്ടാകും. അതുപോലെ ഭോജന സുഖം, പഠനത്തിലൊക്കെ സുഖാനുഭവമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. കുടുംബ അംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഈ മിഥുനമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മാതാവിന്, ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വളരെ അംഗീകാരം, അതുപോലെ എന്തെങ്കിലും നേട്ടങ്ങൾ, ആദരവൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. മാതാവ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും. സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാകും. വസ്തു, വാഹനം ഇവയൊക്കെ കൈമാറ്റം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വരുമാന വർധന ഉണ്ടാകാവുന്ന സമയമാണ്. 4-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 11 നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർക്ക്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ ഈ ആദായം ഉണ്ടാകാവുന്ന സമയമാണ്. മാത്രമല്ല നമ്മുടെ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ഭാവത്തിൻ്റെ 10-ലാണ് ജൂൺ 22 വരെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഈ സന്താനങ്ങളുടെ തൊഴിൽ, അവർക്ക് തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ റെപ്യൂട്ടേഷൻ, സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിലൊക്കെ അവർക്ക് മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഗുണപ്രദമാകും. അപ്പോൾ ഈ 4-ഉം 5-ഉം ഭാവാധിപനായിട്ടുള്ള രവി, ബുധൻ 2-ൽ നിൽക്കുന്ന സമയമാണ്. യോഗകാരകരായിട്ടുള്ള 2 ഗ്രഹങ്ങളാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് പുണ്യ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ അപഗ്രഥിച്ചൊക്കെ പ്രഭാഷണമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം
അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രവിയും ബുധനും ഒക്കെ ആ രണ്ടിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള 2 ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ധന നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗുരു ആണെങ്കിൽ 11ാം ഭാവാധിപനായിട്ടാണ് 2ൽ നിൽക്കുന്നത്, അതും ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ആഹാരത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുരു എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു ഈ 2ൽ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആഹാരത്തിൽ ഒരു കെയർ വേണം. അതുപോലെ ഈ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ, അവർക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. മുൻകോപമൊക്കെ ഒഴിവാക്കണം. അതുപോലെ പിടിവാശി ഇവയൊക്കെ ഒഴിവാക്കി പോകാനും ശ്രദ്ധിക്കണം. അപ്പോൾ അഷ്ടമത്തിൽ ഈ രവി, ബുധൻ, ഗുരു ഒക്കെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. മാത്രമല്ല ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഇൻഹെറിറ്റൻസ് വഴി ഒക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് ഈ മിഥുന മാസത്തെ, അല്ലെങ്കിൽ സൂര്യൻ മിഥുന രാശിയിൽ വരുന്ന സമയത്തെ നമുക്ക് കാണാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ സൂര്യൻ മിഥുന രാശിയിലേക്ക് വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ ഇടുന്നവരാണ്. അപ്പം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള, അതുപോലെ സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ 22 വരെ ആ ബുധൻ ജന്മരാശി തന്നെ ഉണ്ട്. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 3ാം ഭാവാധിപനാണ്. ആ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 രാവിലെ ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 15 വരെ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ജന്മരാശിയിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ്, പ്രത്യേകിച്ച് 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു. അപ്പോൾ ജന്മരാശിയിൽ ഈ 3 ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ബുധനൊക്കെ ജന്മരാശി നിൽക്കുന്ന സമയമാവുന്നത് ആയതുകൊണ്ട് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സമയവും ആണ്. അതുപോലെ തന്നെ നമുക്ക് അത്തരം കഴിവുകൾ പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്ന സമയമായിട്ടും കൂടെ നമുക്ക് കാണാം. കൂടുതൽ ഊർജ്ജസ്വലത, ഉന്മേഷമൊക്കെ ഈ കൂറുകാർക്ക് ഈ രവി, അതുപോലെ ബുധൻ, ഗുരു ഒക്കെ ജന്മരാശി നിൽക്കുന്നത് കൊണ്ടുണ്ടാകും. ബുധൻ കർമ്മഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് പൊതുവെ, അതുപോലെ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ജന്മരാശി നിൽക്കുന്നത് കൊണ്ട് തൊഴിലിലൊക്കെ ആക്റ്റീവാകും. ഓക്കുപേഷണലായിട്ടുള്ള സ്കില്ലൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുടെയും കോവർക്കേഴ്സിൻ്റെയൊക്കെ തന്നെ ഒരു പ്രീതി കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം കഴിവുകളിലൂടെ തൊഴിലിൽ ഉയർച്ച കൈവരിക്കാവുന്ന മാസമായിട്ട് ഈ സൂര്യൻ മിഥുന രാശിയിൽ വരുന്ന മിഥുന മാസത്തെ നമുക്ക് കാണാം. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടിവരും. പ്രത്യേകിച്ച് 3ാം ഭാവാധിപനാണ് സൂര്യൻ. അതുപോലെ തന്നെ മാതാവിനൊക്കെ തൊഴിലിലൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടെയാണ്. ആ ബുധനും ജന്മരാശി നിൽക്കുന്ന സമയമാണ്. പൊതുവെ ഒരു ന്യായബോധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഉയർന്ന അധികാരമൊക്കെ കിട്ടുന്നതിനും നേതൃതലത്തിലൊക്കെ എത്തുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ സുഖം, സന്തോഷമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് തൊഴിൽ, അതുപോലെ ബിസിനസ്, അതുപോലെ പഠനം, ഇവയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുന്ന സമയമാണ്. അതുവഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്കും പ്രതീക്ഷിക്കാവുന്ന
സമയമായിട്ട് ഈ സൂര്യൻ്റെ മിഥുനരാശിയിലെ സ്ഥിതി കൊണ്ട് പറയാം. രവി, ബുധൻ, ഗുരു ഒക്കെ ജന്മരാശി നിൽക്കുന്നത് ബുദ്ധിശക്തി മെച്ചപ്പെടുത്തും. പ്രത്യേകിച്ച് ജ്ഞാനകാരകനാണ് ഗുരു, അതുപോലെ വിദ്യാകാരകനാണ് ബുധൻ, ആത്മകാരകനായും സൂര്യൻ. അപ്പോൾ ഈ 3 കാരകത്വമുള്ള ഗ്രഹങ്ങൾ ജന്മരാശി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ചോദ്യത്തിനും കുറിക്കുകൊള്ളുന്ന ഉത്തരവൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കഴിവൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും. അതേസമയം ജന്മരാശിയിലൊക്കെ സൂര്യൻ നിൽക്കുമ്പോൾ നമുക്ക് അല്പം പിടിവാശിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിക്കണം. അതുപോലെ തൊഴിലിടത്തും നമ്മൾ കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാതെ, ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെയൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ രവി, ബുധൻ, ഗുരു ഒക്കെ തന്നെ 7 ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ ദാമ്പത്യ ബന്ധമൊക്കെ 7-ാം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു 7 നോക്കുന്നു. അപ്പോൾ ദാമ്പത്യ ബന്ധമൊക്കെ സുഖകരമാകും. എങ്കിലും സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ ആ 7 വരുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഈ ചെറിയ ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ദമ്പതികളുടെ ഭാഗത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. അപ്പം രവിയുടെ ദൃഷ്ടി 7 വരുന്നു എന്നുള്ളത് കൊണ്ട്, അത് 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റ് ഈ ദാമ്പത്യ ബന്ധത്തിൽ കഴിവതും ഈഗോ ഇഷ്യൂസ് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ ഈ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആകും നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 2-ാം ഭാവാധിപൻ. അപ്പോൾ 2-ാം ഭാവാധിപനായ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 രാവിലെ അവരുടെ 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 12-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ 12 22 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ഗുരു 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 12 സ്ഥിതി ചെയ്യുന്ന സമയം കൂടെ ആണ്. അപ്പം പൊതുവേ നമുക്ക് ഈ ബുധൻ, അതുപോലെ സൂര്യൻ, അതുപോലെ ഗുരു, ഈ 3 ഗ്രഹങ്ങൾ 12 നിൽക്കുന്നു. അപ്പോൾ ധനഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് 12 വരുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്നുള്ള ധനച്ചെലവ്, അത് പെട്ടെന്ന് ധനച്ചെലവ് ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായെന്ന് വരാം. അതുപോലെ പഠനം, ദൂരയാത്രകൾ, ആത്മീയ കാര്യങ്ങൾ, അതുപോലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ നമുക്ക് ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഈ ചെലവെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ചെലവായിരിക്കും. അതായത് നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് ഗുണം കിട്ടാവുന്ന ചെലവുകളായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ വിദേശത്ത് പഠനം, തൊഴിൽ, ബിസിനസ് ഇവയൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വിദേശ യാത്രകൾക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ വിദേശ യാത്രയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, ഇപ്പോൾ വിസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങൾക്ക്, അതുപോലെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൂടുകയും അതുവഴിയൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ചെലവ് കൂടാനുള്ള ഒരു സാഹചര്യം വന്നു എന്ന് വരാം. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ലായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബ ബിസിനസ്സൊക്കെ, കുടുംബത്തിൽ ബിസിനസ് നടത്തുന്നവർ, കുടുംബ ബിസിനസ്സിൽ പങ്കാളിയായിട്ടുള്ളവർ, അവർക്കൊക്കെ കുടുംബത്തിൽ ധനാഗമം, ആ ബിസിനസ് വഴി ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് ദീർഘകാല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഉള്ള ഒരു മാർഗമൊക്കെ ഈ സമയത്ത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ദീർഘകാല സാമ്പത്തിക നേട്ടം കിട്ടുന്ന സ്കീമുകളിലുണ്ട് ഈ ചിലപ്പോൾ പണമൊക്കെ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോഴത്തെ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന ചിലവ് എന്ന് പറയാൻ തന്നെ കാരണം. അപ്പം നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന സ്കീമുകളിലോട്ട് പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ രവി ബുധ സ്ഥിതിയൊക്കെ പ്രത്യേകിച്ച് അഷ്ടമത്തിൻ്റെ 5-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പഠനകാര്യങ്ങൾക്കോ, അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്കോ, അതുപോലെ ഇൻഷുറൻസിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇത്യാദി സ്കീമിലോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധന നിക്ഷേപമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങളായിരിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ
ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അത് മൂന്നാം ഭാവത്തിൻ്റെ 10ലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങൾക്ക് വിദേശത്തൊക്കെ തൊഴിലിൽ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ രവിയും ബുധനും ഗുരുവും ഒക്കെ തന്നെ 6ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് പൊതുവേ നമുക്ക് ഈ ശത്രുശല്യമൊക്കെ കുറയാൻ അത് സഹായകമാണ്. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് ആ കടം വീടുന്നതിനും അല്ലെങ്കിൽ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ സേവന മേഖലയിൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ, സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ പ്രവർത്തനമൊക്കെ കാര്യക്ഷമമാകുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.